കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ നടൻ ദിലീപിന്റെ റിമാൻഡ് കാലാവധി ഇന്ന് അവസാനിക്കും. സുരക്ഷാ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി വീഡിയോ കോൺഫറൻസിംഗ് വഴിയാകും ദിലീപിനെ കോടതിയിൽ ഹാജരാക്കുക. വീഡിയോ കോൺഫറൻസിംഗിനുള്ള സൗകര്യങ്ങൾ ജയിലിലും കോടതിയിലും ഒരുക്കിയിട്ടുണ്ട്. വിവരങ്ങളുമായി നികേഷ് ചേർന്നുണ്ട്. നികേഷ്, എപ്പോഴേക്കായിരിക്കും കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ട കാര്യങ്ങൾ വരിക? മറ്റു വിവരങ്ങൾ. നടിയെ ആക്രമിച്ച കേസിൽ 11ാം പ്രതിയായ ദിലീപിന്റെ റിമാൻഡ് കാലാവധി ഇന്ന് അവസാനിക്കും. സുരക്ഷാ കാരണങ്ങൾ മുൻനിർത്തി കോടതിയിൽ ഇന്ന് ദിലീപിനെ ഹാജരാക്കില്ല. പകരം വീഡിയോ കോൺഫറൻസിംഗിലൂടെയാവും കോടതിയിൽ ദിലീപിനെ ഹാജരാക്കുക. രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ടുണ്ടായിരുന്നു. ദിലീപിനെ കോടതിയിലേക്ക് കൊണ്ടുപോകുന്നതും കൊണ്ടുവരുന്നതും സുരക്ഷാ ഭീഷണിയുണ്ട്. ഈ സമയങ്ങളിൽ ദിലീപിന്റെ യാത്രക്കിടയിൽ മറ്റ് അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ടുണ്ടായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സുരക്ഷ മുൻനിർത്തി വീഡിയോ കോൺഫറൻസിംഗിലൂടെ ദിലീപിനെ കോടതിയിൽ ഹാജരാക്കാനാണ് പോലീസിന്റെ നീക്കം. അങ്കമാലി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് ഇന്ന് ഹാജരാക്കേണ്ടിയിരുന്നത്. ദിലീപ് 14 ദിവസത്തേക്ക് ദിലീപിനെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. ആലുവ സബ് ജയിലിലാണ് ഇപ്പോൾ ദിലീപ് ഉള്ളത്. ദിലീപിനെ ഇന്ന് 11 മണിയോടെ ഹാജരാക്കുമെന്നാണ് നേരത്തെ കരുതിയിരുന്നത്. പക്ഷേ ഇത് സംബന്ധിച്ച് ഒരു ഹർജി കഴിഞ്ഞ ദിവസം കോടതിയിൽ പോലീസ് നൽകിയിരുന്നു. ദിലീപിനെ കോടതിയിൽ ഹാജരാക്കുന്നതിന് വീഡിയോ കോൺഫറൻസിംഗ് അനുവദിക്കണം എന്നായിരുന്നു ഈ ഹർജി കോടതി അനുവദിക്കുകയായിരുന്നു. ഇതിനെ തുടർന്നാണ് ഇന്ന് ദിലീപിന്റെ റിമാൻഡ് കാലാവധി അവസാനിക്കുന്ന സാഹചര്യത്തിൽ ഇന്ന് തന്നെ അതിനുള്ള നടപടിക്രമങ്ങൾ പോലീസ് ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. സ്കൈപ്പ് സംവിധാനത്തിലൂടെ, ഇന്റർനെറ്റിന്റെ സഹായത്തോടെ സ്കൈപ്പ് സംവിധാനത്തിലൂടെ ആയിരിക്കും ദിലീപിനെ കോടതിയിൽ ഹാജരാക്കുക. ഇതിനുള്ള ഒരുക്കങ്ങൾ ആലുവ സബ് ജയിലിൽ ഉണ്ട്. തത്തുല്യമായ സൗകര്യങ്ങൾ അങ്കമാലി കോടതിയിലും ഉണ്ടാവേണ്ടതുണ്ട്. അതിനുള്ള ഒരുക്കങ്ങൾ എല്ലാം പൂർത്തിയാക്കി കഴിഞ്ഞു. 14 ദിവസത്തേക്കായിരുന്നു ദിലീപിനെ റിമാൻഡ് ചെയ്തിരുന്നത്. ഇന്നലെ ദിലീപിന്റെ ജാമ്യ ഹർജി ഹൈക്കോടതി തള്ളിയ സാഹചര്യത്തിൽ കീഴ്ക്കോടതിയിൽ വീണ്ടും ദിലീപ് ജാമ്യം ഹർജി നൽകാനുള്ള സാധ്യത കുറവാണ്. ദിലീപിനായി മുതിർന്ന അഭിഭാഷകൻ കെ രാംകുമാർ ഹാജരാകും. ഇത്തരത്തിൽ സുരക്ഷാ കാരണങ്ങൾ മുൻനിർത്തി ദിലീപിനെ വീഡിയോ കോൺഫറൻസിംഗ് വഴിയാകും ഇന്ന് അങ്കമാലി കോടതിയിൽ ഹാജരാക്കുക. സൗമ്യ, നികേഷാണ് വിവരങ്ങൾ നൽകിയത്.